നഗരത്തിൽ നിന്നും ദൂരെ മാറി അധികം ആൾതാമസമില്ലാത്ത ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഉഷച്ചേച്ചി താമസിച്ചിരുന്നത്. ഏകമകൾ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉഷച്ചേച്ചിയുടെ ഭർത്താവും മരണപ്പെട്ടു. അതോടെ ഒറ്റയ്ക്കായി ഉഷച്ചേച്ചിയുടെ ജീവിതം. വാർക്കപ്പണിക്കാരനായിരുന്നു ഉഷച്ചേച്ചിയുടെ ഭർത്താവ്. വളരെ കഷ്ടപ്പെട്ടാണ് മകളുടെ വിവാഹം അവർ നടത്തിയത്. അതിനിടയിൽ ഭർത്താവിനെ ബാധിച്ച ഗുരുതര രോഗവും ആ കുടുംബത്തെ സാമ്പത്തികമായി തളർത്തി. ധാരാളം ലോണുകൾ എടുത്തായിരുന്നു അവർ പിടിച്ചു നിന്നത്. വലിയ കുഴപ്പമില്ലാതെ ആ ലോണുകളെല്ലാം അടഞ്ഞുപോയിരുന്നു. അതിനിടയിലാണ് ഉഷച്ചേച്ചിയുടെ ഭർത്താവ് കുമാരൻ വള്ളം മറിഞ്ഞ് മരണപ്പെടുന്നത്. അതോടെ ലോൺ ബാധ്യത മുഴുവൻ ഉഷച്ചേച്ചിയുടെ ചുമലിലായി. ജീവിതം വഴിമുട്ടിയ സമയത്താണ് പഞ്ചായത്തിൽ നിന്നും ഒരു സഹായം എന്ന നിലയ്ക്ക് 2 പശുക്കളെ ഉഷച്ചേച്ചിക്ക് ലഭിക്കുന്നത്. അതോടെ 2 പശുക്കളും ഉഷച്ചേച്ചിയും മാത്രമായി ആ വീട്ടിലെ താമസക്കാർ. അടുത്ത ബന്ധുക്കൾ എന്ന് പറയാവുന്ന വകയിലെ ഒരു ചേച്ചിയും മകനും താമസിച്ചിരുന്നത് തൊട്ടടുത്ത ഗ്രാമത്തിലായിരുന്നു. ബാക്കിയുള്ളവർ ദൂരദേശങ്ങളിലായിരുന്നു താമസിച്ചിരുന്നത്. ഒരു ദിവസം വൈകുന്നേരം പശുക്കളെ കുളിപ്പിച്ച് കഴിഞ്ഞ ശേഷം ഉഷച്ചേച്ചി അയൽപ്പക്കത്തെ വീട്ടിൽ പതിവ് പോലെ TV കാണാനായി ചെന്നു. ഗ്രാമത്തിലെ TVയുള്ള ഏക വീട് അതായിരുന്നു. വൈകുന്നേരങ്ങളിൽ ആ ഗ്രാമത്തിലെ ഒട്ടുമുക്കാൽ പേരും ആ വീട്ടിലുണ്ടാവും TV കാണാൻ. TV കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഉഷച്ചേച്ചിക്ക് ഉറക്കം വരാൻ തുടങ്ങി. സാധാരണ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് 10 മണിക്കാണ് ഉറങ്ങാൻ കിടക്കാറുള്ളത്. ഇന്നെന്തോ നേരത്തെ ഉറക്കം വരുന്നു. വൈകുന്നേരം 7 മണിയാവുന്നതേയുള്ളൂ. ആ TV പ്രോഗ്രാമിൻ്റെ സ്ഥിരം പ്രേക്ഷകയായിരുന്ന ഉഷച്ചേച്ചിക്ക് ക്ലോക്ക് നോക്കാതെ തന്നെ സമയം മനസ്സിലായി. ഉഷച്ചേച്ചി മെല്ലെ അവിടെ നിന്നും എഴുന്നേറ്റു. ഇന്നെന്തു പറ്റി? നേരത്തെ പോവാണോ? അവിടെ ഉണ്ടായിരുന്നവരിൽ ആരോ ഒരാൾ ചോദിച്ചു. നല്ല സുഖമില്ല എന്ന് പറഞ്ഞ് ഉഷച്ചേച്ചി അവിടെ നിന്നും ഇറങ്ങി. 7 മണിയായെങ്കിലും അവിടമാകെ നല്ല വെളിച്ചമുണ്ടായിരുന്നു. അതിരുകൾ കെട്ടി വേർതിരിച്ചിട്ടില്ലാത്ത പറമ്പുകളിലൂടെ ഉഷച്ചേച്ചി വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തി വാതിലടച്ച് പായ വിരിച്ച് ഒന്ന് മയങ്ങി എഴുന്നേറ്റ ശേഷം ബാക്കി ജോലികൾ ചെയ്യാം എന്നു കരുതി ഉഷച്ചേച്ചി കിടന്നു. കണ്ണുകൾ അടച്ചത് മാത്രമേ ഉഷച്ചേച്ചിക്ക് ഓർമ്മയുള്ളൂ. ക്ഷീണം മൂലം ഗാഢനിദ്രയിലേക്ക് ഉഷച്ചേച്ചി വഴുതി വീണു. ആരോ വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടാണ് ഉഷച്ചേച്ചി ഉണർന്നത്. പായയിൽ നിന്നും എഴുന്നേറ്റ് ഉഷച്ചേച്ചി വാതിൽ തുറന്നു. അയൽഗ്രാമത്തിലുള്ള ചേച്ചിയുടെ മകൻ വിനീത് പരിഭ്രമിച്ച് പുറത്തു നിൽക്കുന്നു. എന്തുപറ്റി വിനു, നീ എന്താ ഈ നേരത്ത്? ഉഷച്ചേച്ചി ചോദിച്ചു. അമ്മയ്ക്ക് അസുഖം കൂടുതലാണെന്നും ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്നും പറഞ്ഞ് വിനീത് തിരിഞ്ഞു നടന്നു. നിക്കടാ, ഞാനും വരാം. ഉഷച്ചേച്ചി വിനീതിന് പുറകെ നടന്നു. ധൃതി മൂലം അല്പം വേഗത്തിലായിരുന്നു വിനീത് നടന്നിരുന്നത്. അവനൊപ്പമെത്താൻ മെല്ലെ ഓടേണ്ടി വന്നു ഉഷച്ചേച്ചിക്ക്. അല്പം പതുക്കെ നടക്കാൻ ഉഷച്ചേച്ചി പറഞ്ഞെങ്കിലും വിനീത് അത് കേട്ടില്ല. അയാൾ പരമാവധി വേഗത്തിൽ തന്നെ നടന്നു. മൺവഴിയിൽ നിന്നും ടാർ റോഡിലേക്ക് കയറിയപ്പോൾ തങ്ങൾക്ക് പുറകിൽ മഴ പെയ്യുന്ന ശബ്ദം ഉഷച്ചേച്ചി കേട്ടു. ധൃതിയിൽ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ മഴക്കാലമാണ് എന്നൊന്നും ഓർത്തില്ല. മഴയത്ത് പെടാതിരിക്കാനായി ഉഷച്ചേച്ചി വീണ്ടും ഓടി. എന്നിട്ടും വിനീതിനൊപ്പമെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ അല്പമകലെ ചേച്ചിയുടെ വീട്ടിലെ വെളിച്ചം കണ്ടു. മഴയ്ക്ക് മുന്നേ അവിടെ എത്താൻ പറ്റുമെന്ന് ഉഷച്ചേച്ചി കണക്കുകൂട്ടി. അല്പം കൂടി നടന്ന് അവർ ആ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചു. വേഗത്തിൽ നടന്നിരുന്ന ഉഷച്ചേച്ചി വെയിൽക്കരികിൽ സ്ഥാപിച്ചിരുന്ന ഒരു സർവേക്കല്ലിൽ തട്ടി മുന്നോട്ട് വീണു. എന്തോ ഭാഗ്യത്തിന് ഒരു വലിയ ചെമ്പരത്തിയുടെ ചില്ലയിൽ പിടുത്തം കിട്ടിയതുകൊണ്ട് വീഴ്ചയുടെ ആഘാതം കുറഞ്ഞു. താഴെ നിന്നും എഴുന്നേൽക്കാൻ സഹായത്തിനായി ഉഷച്ചേച്ചി വിനീതിനെ വിളിച്ചു. എന്നാൽ ആരും വിളി കേട്ടില്ല. ഉഷച്ചേച്ചി വീണ്ടും വിളിച്ചു. ആരും വന്നില്ല. ഉഷച്ചേച്ചിക്ക് ഉള്ളിൽ ചെറിയ ഭയം തോന്നാൻ തുടങ്ങി. അവർ മെല്ലെ തലയുയർത്തി വീടിന് നേരെ നോക്കി. അവിടമാകെ ഇരുട്ടിൽ മുങ്ങി നിൽക്കുന്നു. അല്പം മുമ്പ് കണ്ട വെളിച്ചം ഇപ്പോഴവിടെയില്ല. വിനീതിനെയും കാണാനില്ല. ഉഷച്ചേച്ചി വിനീതിനെ ഉറക്കെ വിളിച്ചു. ആ വിളി പൂർത്തിയാക്കും മുന്നേ വിനീത് നാട്ടിൽ ഇല്ല എന്ന കാര്യം ഉഷച്ചേച്ചിക്ക് ഓർമ്മ വന്നു. അപ്പോൾ പിന്നെ ആരായിരുന്നു അത്? ആരെങ്കിലും തന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കുമോ? ഇനി അടുത്ത വീട്ടിലെ രമണി ചേച്ചിയുടെ ഭർത്താവ് ഗോപിച്ചേട്ടൻ എങ്ങാനും ഒപ്പിച്ച തമാശയായിരിക്കുമോ? ഇല്ല, അതിന് സാധ്യതയില്ല. കാലിൽ ആണിരോഗമുള്ള ഗോപിച്ചേട്ടന് ഇത്ര വേഗത്തിൽ നടക്കാൻ കഴിയില്ല. ഭയന്നു വിറച്ച ഉഷച്ചേച്ചി മുന്നിലെ അടഞ്ഞുകിടക്കുന്ന വീട്ടിലേക്ക് ഓടി. വാതിലിൽ ആഞ്ഞു തട്ടി. ഭാമേച്ചി, വാതിൽ തുറക്ക്, ഇത് ഞാനാ, ഉഷ. ഉഷച്ചേച്ചി ഭയന്ന് കരഞ്ഞുകൊണ്ട് വിളിച്ചു. എന്നാൽ ആരും വാതിൽ തുറന്നില്ല.
മൂത്ത മകളുടെ പ്രസവം കഴിഞ്ഞത് കാരണം ഭാമചേച്ചി പട്ടണത്തിലുള്ള മരുമകൻ്റെ വീട്ടിലാണ് എന്ന് ഞെട്ടലോടെ ഉഷച്ചേച്ചി ഓർത്തു. ആ സമയം വിദൂരതയിലെവിടെയോ ഒരു പള്ളിമണി ഒരു തവണ മുഴങ്ങി. അത് കേട്ടപ്പോൾ ഉഷച്ചേച്ചിയുടെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി. താൻ സമയം പോലും നോക്കാതെയാണ് വീട്ടിൽ നിന്നും ഇറങ്ങി വന്നത്. അർദ്ധരാത്രി ആരുമില്ലാത്ത വീടിൻ്റെ മുറ്റത്ത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഭയം തോന്നി ഉഷച്ചേച്ചിക്ക്. എന്ത് ചെയ്യണമെന്നറിയില്ല. മഴ ശക്തി പ്രാപിച്ചിരിക്കുന്നു. ആ വീടിനു പുറകിലെ മതിൽക്കെട്ടിനപ്പുറം പൊതുശ്മശാനം ആണെന്ന ചിന്ത ഭയത്തിൽ നിന്നും രക്ഷ നേടാൻ നാമജപം നടത്തിക്കൊണ്ടിരുന്ന ഉഷച്ചേച്ചിയുടെ മനസ്സിലേക്ക് കടന്നു വന്നു. മഴയോടൊപ്പം ശക്തിയായി വീശിക്കൊണ്ടിരുന്ന കാറ്റിൻ്റെ തണുപ്പേറ്റ് വിറച്ച് ഒരു മൂലയിലേക്ക് ഒതുങ്ങി ഉഷച്ചേച്ചി നിന്നു. ദൂരെ എവിടെയോ കൊട്ടും മേളവും കേൾക്കുന്നു. അല്പം കഴിഞ്ഞ് ആരുടെ ഉച്ചത്തിലുള്ള നിലവിളിയും കേട്ടു. ഒപ്പം കൊട്ടും മേളവും നിലയ്ക്കുകയും ചെയ്തു. ഭയന്ന മനസ്സിൻ്റെ തോന്നൽ ആയിരിക്കും എല്ലാം എന്ന് കരുതി ഒന്ന് അനങ്ങുക പോലും ചെയ്യാതെ ഉഷച്ചേച്ചി അവിടെ തന്നെ നിന്നു. നേരം പുലരുന്നതുവരെ അങ്ങനെ തന്നെ അനങ്ങാതെ അവിടെ നിന്നാലോ എന്ന് തോന്നി ഉഷച്ചേച്ചിക്ക്. അല്പം കഴിഞ്ഞപ്പോൾ മഴയുടെ ശക്തി കുറഞ്ഞു. അല്ല, താൻ എന്തിനെയാണ് ഭയക്കുന്നത്? തന്നെ ആരും കെട്ടിയിട്ടിട്ടൊന്നുമില്ലല്ലോ. ഇവിടെ വരെ നടന്നാണ് വന്നത്. തിരിച്ചും നടന്നു തന്നെ പോകാം. അപ്പോൾ തോന്നിയ ധൈര്യത്തിൽ ഉഷച്ചേച്ചി മുറ്റത്തേക്കിറങ്ങി. കാർമേഘം ആകാശം വിട്ടൊഴിഞ്ഞിരുന്നു. നല്ല നിലാവ്. ആ നിലാവെളിച്ചത്തിൽ ഉഷച്ചേച്ചി ചെറിയൊരു ആശ്വാസത്തോടെ റോഡിലൂടെ സ്വന്തം വീട്ടിലേക്ക് നടന്നു. കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഉഷച്ചേച്ചി വലിയൊരു മതിൽക്കെട്ടിന് മുന്നിലെത്തി. വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിക്കപ്പെട്ട ശാപം കിട്ടിയ വീട്. അതിനെ ചുറ്റി കൂറ്റൻ മതിൽക്കെട്ട്. അയൽഗ്രാമത്തിലെ ഒരു കോൺട്രാക്ടർ പണി കഴിപ്പിച്ച വീടായിരുന്നു അത്. വീട്ടിൽ താമസം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ കോൺട്രാക്ടർ തൻ്റെ മുറിയിൽ വെച്ച് തീപ്പൊള്ളലേറ്റ് മരിച്ചു. ആ വീട് കണ്ടപ്പോൾ ഉഷച്ചേച്ചിക്ക് തൻ്റെ ഭർത്താവിന് ഓർമ്മ വന്നു. ഉഷച്ചേച്ചി നടത്തത്തിൻ്റെ വേഗം കൂട്ടി. നടന്ന് ഗേറ്റിനരികിൽ എത്തിയ ഉഷച്ചേച്ചി അകത്തേക്ക് നോക്കാതിരിക്കാൻ ശ്രമിച്ചു. വീടിനുള്ളിൽ നിന്നും ആരോ തന്നെ വിളിക്കും പോലെ ഒരു തോന്നൽ ഉഷച്ചേച്ചിക്കുണ്ടായി. തിരിഞ്ഞു നോക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും എന്തോ ഒരു ഉൾപ്രേരണയാൽ ഉഷച്ചേച്ചി വീടിൻ്റെ 2ാം നിലയിലേക്ക് നോക്കി. ഉഷച്ചേച്ചിയുടെ ശ്വാസം നിലച്ചുപോയി. 2ാം നിലയിലെ ജനാലയിലൂടെ തന്നെയും നോക്കി കത്തിക്കരിഞ്ഞ ഒരു മനുഷ്യരൂപം നിൽക്കുന്നു. ഉഷച്ചേച്ചി തന്നാൽ ആവും വിധം പരമാവധി വേഗത്തിലോടി. ദാഹം കൊണ്ട് തൊണ്ട വരണ്ടെങ്കിലും ഉഷച്ചേച്ചി ഓട്ടം നിർത്തിയില്ല. മൺവഴികളും പറമ്പുകളും പിന്നിട്ട് ഇരുവശവും കണ്ടൽക്കാടുകൾ വളർന്നു നിൽക്കുന്ന പാടവരമ്പത്തേക്കെത്തുമ്പോൾ ക്ഷീണിച്ചവശയായിരുന്നു ഉഷച്ചേച്ചി. ദൂരെ നിലാവെളിച്ചത്തിൽ മുങ്ങി നിൽക്കുന്ന തൻ്റെ വീട് കാണാം. ഓട്ടത്തിൻ്റെ വേഗം അല്പം കുറഞ്ഞു. താൻ ഇറങ്ങാൻ നേരം പുറത്തെ ലൈറ്റ് ഓൺ ചെയ്തിരുന്നതാണ്. ഇപ്പോൾ പക്ഷേ മുറ്റം മുഴുവനും ഇരുട്ടിലാണ്. ചെറിയൊരു തോട് ചാടിക്കിടന്ന് ഉഷച്ചേച്ചി വീട്ടിലേക്ക് നടന്നു. സ്വന്തം വീട്ടുമുറ്റത്തെത്തിയപ്പോൾ ഉഷച്ചേച്ചിക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ഉഷച്ചേച്ചി ലൈറ്റ് ഓൺ ചെയ്തു. എന്നാൽ ലൈറ്റ് കത്തിയില്ല. വീടിനുള്ളിൽ ഇരുട്ട് അതേപടി നിന്നു. ഉഷച്ചേച്ചി കുനിഞ്ഞ് പായക്കരികിൽ വയ്ക്കാറുള്ള മണ്ണെണ്ണ വിളക്കും തീപ്പെട്ടിയും തപ്പിയെടുത്തു. 2-3 തീപ്പെട്ടിക്കമ്പുകൾ ഉരച്ചിട്ടാണ് ഒരെണ്ണം കത്തിയത്. ഉഷച്ചേച്ചി വിളക്ക് കത്തിച്ചു. പെട്ടെന്ന് തൻ്റെ പുറകിൽ ആരോ നിൽക്കുന്നത് പോലെ